ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ലിവോവ് എന്ന് പറയുന്ന യുക്രൈൻ്റെ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. കീവ് നഗരം ദിനിപ്ര നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ആദ്യ ഏകീകൃത സ്ലാവിക് രാജ്യത്തിന്റെ ഹൃദയമായി പ്രവർത്തിച്ചിരുന്നു. നോർത്തിൽ നിന്ന് നോവ്ഗോറിലൂടെ വരാഞ്ചൻ നാവികരും വ്യാപാരികളും ഇവിടെ ആദ്യമായി എത്തി. ഭക്ഷ്യവസ്തുക്കൾക്കായുള്ള സമൃദ്ധമായുള്ള കൃഷിനിലങ്ങൾ, ലാഭകരമായ വ്യാപാര മാർഗങ്ങൾ ഇവരെ ആകർഷിച്ചു. ഇവിടെയാണ് പിന്നീട് അവർ അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തികളുടെ കേന്ദ്രം സ്ഥാപിച്ചത്. സ്കാൻഡിനേവിയ മുതൽ കോൺസ്റ്റാന്റിനോപ്പിൾ വരെ ചെന്നെത്തുന്ന നദിമാർഗത്തിലൂടെ കീവിന്റെ പ്രധാനപ്പെട്ട ഭൗമസ്ഥാനം ഈ നഗരത്തെ ഒരു വലിയ വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. വ്ളാഡിമിർ പോലെയുള്ള വരാഞ്ചൻ രാജാക്കന്മാർക്കു കീഴിൽ കീവ് യൂറോപ്യൻ മഹാനഗരങ്ങളോട് പൊരുതി നിലകൊള്ളുന്ന ഒരു വലിയ നഗരമായി മാറി. 1988 വ്ളാഡിമിർ ബൈസാന്റൈൻ സാമ്രാജ്യവുമായി സഖ്യം സ്ഥാപിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി മതം സ്വീകരിച്ചു. ഇതാണ് സ്ലാവിക് ഗോത്രങ്ങളെ ആത്മീയമായി ഏകീകരിച്ച വലിയ സംഭവമായി പിന്നീട് മാറിയത്. ഈ സുവർണ കാലഘട്ടം ചില പ്രശസ്തമായ സ്മാരകങ്ങൾക്ക് രൂപം നൽകി. ഇപ്പോഴത്തെ തുർക്കിയിലെ അല്ലെങ്കിൽ പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ പോലെയുള്ള ഹാഗിയ സോഫിയയെ മാതൃകയാക്കി പണിത കത്തീഡ്രൽ ഒരു ഉദാഹരണമാണ്. പിന്നീട് കീവിന്റെ ഗുഹാമഠം ആത്മീയ ശക്തിയുടെ പ്രതീകമായി മാറി. കീവ് വെറും ഭരണ കേന്ദ്രമായിരുന്നില്ല, ബൈസാന്റൈന്റെയും സ്ലാവിക്കുമായ സംസ്കാരങ്ങൾ ഒത്തുചേർന്ന ഒരു കലാ സംസ്കൃതിയുടെ ഒരിടമായിരുന്നു. യുക്രൈൻ, റഷ്യ, ബെലാറുസ് എന്നിങ്ങനെ 3 രാജ്യങ്ങൾക്കും അവരുടെ സംസ്കാരപരവും ആത്മീയവുമായ അടിസ്ഥാനം നൽകിയത് ഇവിടുന്ന് തന്നെയാണ്. ഇന്നും കീവ് നഗരത്തിലെ സ്മാരകങ്ങൾ സ്ലാവിക് ലോകത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തിയ ആ മഹത്മരമായ നാഗരികതയുടെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ ഞാൻ നമ്മുടെ ഈ ഒരു കിവിലോട്ട് ഞാൻ വന്നത്. ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ആളുകളെല്ലാവരും ഇറങ്ങുവാണ്. ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് വന്നവർ, പിന്നെ കുറേ ആൾക്കാർ മൗണ്ടനിൽ ഹൈക്ക് ചെയ്യാനൊക്കെ പോയിട്ട് വന്നവരാണ്. എൻ്റെ കൂടെ ഞാൻ ഇതിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി എങ്ങോട്ടോ പോയി. അപ്പോൾ ധാരാളം ട്രെയിനുകളുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം തലസ്ഥാന നഗരത്തിലോട്ട് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. ഞാനിനി നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോയിട്ട് ഇന്ന് കൗച്ച് സർഫിംഗ് വഴി ഒരാളടുത്ത് ഞാൻ സ്റ്റേ ആവുകയാണ്. എന്നിട്ട് എന്താ പ്ലാന്? എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കിവിയിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ വെള്ളമൊക്കെ ലീക്കാണല്ലോ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ മെട്രോ. യു വാണ്ട് ഹെൽപ്പ്? ഇങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ മെട്രോ പോകുന്ന വഴിയെന്ന് തോന്നുന്നു. കണ്ടില്ലേ? നമ്മൾ സിറ്റിയിലോട്ട് പോകാനും മെട്രോ സ്റ്റേഷനൊക്കെ പോകാനായിട്ട് ഇങ്ങോട്ടാണ്. വാവ്, കുറേ ആളുകൾ മലയിലൊക്കെ ഹൈക്കിങ്ങിനൊക്കെ പോയിട്ട് വന്നവരാണ്. തൻ്റെ ബാഗും വടികളൊക്കെ കണ്ടില്ലേ? ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മുടെ എസ്കലേറ്റർ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആഴം കൂടിയ എസ്കലേറ്റർ ഇവിടെയാണ്. സോവിയറ്റ് കാലത്തിൽ പണിതാണ്. സോവിയറ്റ് കാലത്തിൽ നമ്മുടെ 2ാം ലോക മഹായുദ്ധം ആ ഒരു സംഭവം ഉണ്ടായിരുന്നപ്പം യുദ്ധത്തിൽ പെടാതെയിരിക്കാനായിട്ട് ഇവർ സോവിയറ്റിലെ എല്ലാ രാജ്യങ്ങളിലെയും മെട്രോകൾ ഭയങ്കര ഡീപ്പായിട്ടാണ് കേട്ടോ ഇവർ ആക്ച്വലി പണിതിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മെട്രോ ഇവിടെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ലുക്കാണ് കേട്ടോ. പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആക്ച്വലി പുറത്തോട്ട് വന്നത്. ഇതാണ് നമ്മുടെ കീവ് എന്ന് എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രി ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിനി മെട്രോ എവിടെയാണെന്ന് നോക്കണം. ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരന്മാരുണ്ടല്ലോ. പട്ടാളക്കാരന്മാർ കുറേ ഇടത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പോസ്റ്റുകളായിട്ട് തോക്ക് വെച്ച് നടക്കുന്നുണ്ട്. ലിവിൽ നിന്ന് വേറൊരു മുഖം കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു. ഹായ് ഓക്കെ ബൈ. വേർ ഇസ് മെട്രോ? Metro. Oh, this is metro. ഓക്കെ. ഞാൻ മെട്രോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അടക്കമാണ് കേട്ടോ. അങ്ങോട്ടാണ് നമ്മുടെ മെട്രോ ഉള്ളത്. ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് പുള്ളിക്കാരി എന്നെ ഹെൽപ്പ്. ഇവിടെ നമുക്ക് നമ്പർ കൊടുക്കണോ ടിക്കറ്റ് കൊടുക്കാനായിട്ട്? ഞാൻ കയ്യിൽ പല രാജ്യങ്ങളുടെ ചില്ലറയാണ് കേട്ടോ എൻ്റെ അടുത്ത് കിടക്കുന്നത്. 8 ഇതേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 16-17 രൂപ പോലും ഇല്ല. അത്രയും ഇതിന് നമുക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടും കേട്ടോ. വളരെ ചീപ്പ് കേട്ടോ. ചീപ്പായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഞാനിവരുടെ നമ്മുടെ ഇതിലോട്ട് ഇറങ്ങുവാണ്.
ഇവിടുത്തെ ഇത് കണ്ടോ, എസ്കലേറ്റർ ഫുള്ള് ഡീപ്പാണ് കേട്ടോ, എല്ലായിടത്തും ഭയങ്കര ഡീപ്പാണ്. ഇത് പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ ഇവരുടെ എസ്കലേറ്ററാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കസാക്കിസ്ഥാനിലോ അല്ലെങ്കിൽ റഷ്യയിലോ അല്ലെങ്കിൽ യുക്രൈനിലോ പിന്നെ വേറെ ചില സോവിയറ്റ് കൺട്രിയിലൊക്കെ പോയാൽ അവരുടെ കാലത്തുള്ള മെട്രോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ട് ഇതായിരിക്കും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പഴയ ഒരു സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് പോകേണ്ടത് ഈ കാണുന്ന സ്ഥലത്തോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ മിക്കവാറും മെട്രോയും നല്ല പഴക്കം ചെന്നിട്ടുള്ള പഴയ മെട്രോ ആയിരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ, മെട്രോ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്, പക്ഷെ മുടിൻ്റെ തിരക്കാണ്. ഇവിടുത്തെ ലൈറ്റുകളും സീറ്റ് ഇരിപ്പിടമൊക്കെ നോക്കിയാൽ നല്ല രസമുള്ള ഇരിപ്പിടം കേട്ടോ. നമ്മുടെ ലെതറിൻ്റെ ടൈപ്പിലുള്ള ഇരിപ്പിടമാണ്. നമ്മുടെ കിവിനെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് ഒഴുകുന്ന നമ്മുടെ ദിനപ്പൂർ എന്ന് പറഞ്ഞ ഒരു നദിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ കിവിനെ വെട്ടിമുറിച്ച് ഒഴുകുന്നത്. ഇത് നേരെ ബ്ലാക്ക് സീയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ മെട്രോ ഇവിടെ കൊണ്ടാക്കിയിട്ട് മെട്രോ പോയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നമ്മുടെ പുതിയ സ്റ്റേഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് അല്ലാതെ പുതിയതായിട്ട് അവരിവിടെ ഇങ്ങനെ നമുക്ക് പുറത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മുടെ മെട്രോസ് എല്ലാം വരുന്നത്. ഇത് പുതിയതായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാനിനി എൻ്റെ ഫ്രണ്ട് വിളിക്കാൻ വേണ്ടി വരും. ഫൈനലി മൈ ഫസ്റ്റ് ഡേ ഇൻ Kiev. Hello. Hello. Eksprawaj. Привіт. Привіт. Ти так гарна. Дякую. Як і я. Правда. So finally in Kiev. Thank you so much. Hi. Hi. How's life, Eksprawaj? Good? നല്ല തണുപ്പ്. It's so cold. Yeah. നല്ല തണുപ്പ് കേട്ടോ, വിചാരിക്കുന്ന പോലെ അല്ല. പക്ഷേ ഇവിടെ ഇന്നലെ മഴയുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ മറിയയുടെ വണ്ടിയിൽ ഞാൻ ബാഗ് വയ്ക്കുവാണ്. ഗുഡ്. നമ്മളങ്ങനെ അവസാനം മറിയയുടെ കൂടെ മറിയയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. It's very cold, Maria. Yes, I know. It's quite new building, right? It's new building, right? Not the Soviet. Yes. It's not Soviet building. No, it's 2018 here. 2018 ബിൽഡിംഗ് ആണ്, സോവിയറ്റ് ബിൽഡിംഗ് അല്ല ഈ കാണുന്നത്. ഞാൻ ഫ്രഷായി ഇവിടെ നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഫ്രിഡ്ജ് മാഗ്നറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ കോഫിയൊക്കെ ഉണ്ടായി തന്നു. താങ്ക് യു ചക്കു. ഇവിടെ കോഫി പിന്നെ എന്തോ കഴിക്കാനൊക്കെ ഉണ്ട്. ഫൈനലി നമ്മുടെ ഇവിടെ പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടൂണ പാസ്ത, പിന്നെ അവിടെ നമ്മുടെ ചിക്കൻ സൂപ്പ്. നമ്മൾ തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുവാണ്. നല്ല തണുപ്പ് കേട്ടോ. ഗ്ലാസ്സൊക്കെ തുടക്കട്ടെ. നല്ല തണുപ്പുണ്ട് പുറത്ത്. സിറ്റിയിലോട്ട് പോവാണ്. ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചി ആക്ച്വലി ഇവിടെ അവർ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് ഇവരുടെ ഫ്രീ അസോവ് എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കി ഇവരുടെ പട്ടാളക്കാരെ ജയിലിലടച്ചിരിക്കുന്ന പട്ടാളക്കാരെ തിരിച്ചു വരണമെന്നുള്ള ആശയമൊക്കെ മുഴക്കി അവർ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഒരു സപ്പോർട്ടിങ് പ്രൊട്ടസ്റ്റാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കീവ് നഗരമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. പുറത്ത് നല്ല തണുപ്പ്. രാവിലെ വെളുപ്പാലത്ത് കുറച്ച് മഴയൊക്കെ പെയ്തിരുന്നു. ഇവിടെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഫുൾ ഇതുപോലെ ചെക്ക് പോയിന്റ് പോലത്തെ ആർമിക്കാരൊക്കെ ഇരിക്കുന്ന പട്ടാളക്കാരന്മാർ വെച്ചിരിക്കുന്ന. നമ്മൾ സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് സിറ്റിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരന്മാരൊക്കെ ധാരാളം കാണാം. ഇവിടെ ഇവർ മെയിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ബ്രിഡ്ജുകളൊക്കെയാണ് കേട്ടോ. ബ്രിഡ്ജിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ പട്ടാളക്കാരന്മാർ. കാരണം ഇത് മെയിനായിട്ട് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്രിഡ്ജൊക്കെ തകർത്താൽ പിന്നെ അവർക്കുള്ള അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനെല്ലാം പണിയാവും. പിന്നെ ലാസ്റ്റ് യുദ്ധം ഈസി ആയിട്ട് ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു കിവില് തൊട്ടടുത്തുള്ള സ്ഥലം വരെ ഈ റഷ്യ വന്ന് കൈകേറിയതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് തിരിച്ച് പിടിച്ചെടുത്തതാണ്. തൊട്ടടുത്തായിട്ടുള്ള സ്ഥലത്ത് റഷ്യ വന്ന് പിടിച്ചെടുത്തതാണ്. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല റഷ്യ. Are you not afraid of living in the war? Well, people get used to everything. Unfortunately. Yeah. അവര് ജീവിത സാഹചര്യം അവർ ജീവിച്ച് അതുമായിട്ട് നോർമലായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവസരം, കാര്യം, സംഭവം. അല്ലാതെ ഇവർക്ക് പേടിയില്ലാത്തതുകൊണ്ടല്ല. ഇവർ നോർമലായിട്ട് അതിൽ ജീവിച്ചു പോകും. നല്ല മനോഹരമായിട്ടുള്ള വഴികൾ കണ്ടില്ലേ. നമ്മളിപ്പോൾ സിറ്റിയുടെ സെൻട്രൽ ഭാഗത്തോട്ട് നമ്മൾ യാത്ര ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഫ്യൂൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ 60 ഇവരുടെ പൈസയാണ് കേട്ടോ. 60 റിബിനെ എന്തോണ് ഇവരുടെ ഇത്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 120, 130 രൂപ അടുപ്പിച്ച് തരും കേട്ടോ. എണ്ണയ്ക്ക് ആക്ച്വലി വില ഉണ്ട് കേട്ടോ. ഹലോ, добрый день.
നല്ല തണുപ്പുണ്ട് പുറത്ത് നിൽക്കാനായിട്ട് കേട്ടോ. ഇവിടുത്തെ ട്രാം നമ്മുടെ പഴയ ട്രാമാണ് കേട്ടോ. നല്ല രസമുള്ള ട്രാം. 1892 ഈ ഒരു ട്രാം ഇവിടെ വന്നത്. അത്രയ്ക്ക് പഴക്കമുണ്ടായിരുന്നു. അതായത് പണ്ട് 1892 അന്ന് മുതലേ ഇവിടെ ഇലക്ട്രിക് ട്രാം ഉണ്ടായിരുന്നു. മറ്റേ കുതിര വലിച്ചുകൊണ്ട് പോയതല്ല. ഇത് റഷ്യൻ എംപയറിൻ്റെ, അന്നത്തെ റഷ്യൻ എംപയറിൻ്റെ ഒരു വലിയൊരു ഫസ്റ്റ് സിറ്റി ആയിരുന്നു നമ്മുടെ കിവ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. അവിടെ ഒരു ഓർത്തഡോക്സ് ദേവാലയം, അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ വീല്. നല്ല രസമുള്ള ഒരു സ്ഥലം. ഇവിടെ ഭയങ്കര കാമാൻ കൊയ്റ്റായിട്ട് കിടക്കുവാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ ഒരു ബ്ലോക്ക് സംവിധാനങ്ങൾ നമുക്കിരുന്ന് കളിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്താണ് സാധനം? ഓക്കെ, It's just exhibition. ഓക്കെ. Yeah, you can just switch those കളേഴ്സ് cards, yeah, and just to make make. some. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു, ഇവിടെ ഈ ഒരു പയ്യൻ എന്തൊക്കെയുണ്ട്. ഹലോ പ്രീവിയസ്, ഇവിടെ എന്തോ ഉണ്ടാക്കിയിട്ട് ഇവിടെ താണ്ടേ അവൻ ഫോട്ടോ എടുത്തിട്ട് പോയട്ടോ. എനിക്കൊന്ന് അവൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി എന്തോ എഴുതിയതായിരിക്കണം. ഈ കാണുന്ന ഒരു ചെറിയ കുട്ടികളുടെ എന്തോ സ്കൂളോ എന്തോ ആണ്. അവിടെ കണ്ടില്ലേ ചാക്ക് വെച്ച് പൊത്തിയിരിക്കുന്നുണ്ടോ? അതായത് മിസൈലോ എന്തെങ്കിലും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരിങ്ങനെ പൊത്തി പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ കാരണം ഇത് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്ന ഇതൊക്കെ ആയിരിക്കാം. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിവിൽ 2 ആഴ്ച മുമ്പ് വലിയൊരു അറ്റാക്ക് ഇവിടെ നടന്നായിരുന്നു. രാത്രിയാണ് കേട്ടോ കൂടുതൽ ഇത് വരും. നമ്മൾ ഈ കാണുന്ന വഴിയാണ് കേട്ടോ ഇങ്ങനെ നടന്ന് വന്നത്. നല്ല തണുപ്പുണ്ട്. കീവ് മനോഹരമായിട്ടുള്ള വഴികളും സ്ഥലങ്ങളും. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചാണ്. സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് എന്ന് പറയുമ്പം ഇവിടുത്തെ പണ്ടത്തെ എലിസബത്ത് രാജ്ഞി, റഷ്യയിലെ എലിസബത്ത് രാജ്ഞി അന്ന് റഷ്യൻ്റെ അണ്ടറിലായിരുന്നപ്പോൾ അവർ പണിതതാണ് കേട്ടോ ഈ കാണുന്ന ഇത്. അതായത് നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് നമ്മുടെ സെയിൻറ്റിന് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്ത് പണിത് കൊടുത്തതാണ്. അതുകൊണ്ടാണ് സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് എന്ന് പറയുന്നത്. ഇവിടെ കുറേ ചിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ മറിയ കോഫി കുടിച്ചുകൊണ്ട് വരുവാണ്. ഹൗസ് എ കോഫി? നൈസ്, ഡോബ്രേ, സൂപ്പർ. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കുറേ ചിത്രങ്ങളാണ്. നമ്മൾ പള്ളിയുടെ ആ ഒരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ യുക്രൈനിലെ പ്രധാനപ്പെട്ട നമ്മുടെ ദിനിപ്രോ എന്ന് പറയുന്ന ഒരു നദിയാണത്. ദിനിപ്രർ നദി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. റഷ്യ, ബെലാറുസ്, യുക്രൈന് വഴി ഒഴുകുന്ന ഒരു നദിയും കൂടിയാണ്. യുക്രൈനിലെ ഏറ്റവും വലിയ നദി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ നദി തന്നെയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ 4ാമത്തെ നദിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കിവ്. കിവിൻ്റെ ഇടത് ഭാഗം ആണ് ഇത്. പക്ഷേ ഇവർ പറയുന്നത് റൈറ്റ് സൈഡ് ഓഫ് കിവും ആ സാധനത്തിന് ലെഫ്റ്റ് സൈഡ് ഓഫ് കിവ് എന്നാണ് പറയുന്നത്. കാരണം അവിടെ നിന്നാണ് പുഴ ഒഴുകുന്നത്. അപ്പോൾ അത് വെച്ച് കണക്കാക്കുമ്പോൾ ഇത് ഇവർക്ക് റൈറ്റ് സൈഡും ആ കാണുന്നത് ലെഫ്റ്റ് സൈഡും ആണ് കേട്ടോ. ഇത് നേരെ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് സീയിലോട്ടാണ്. നമ്മുടെ ദിനിപ്ര നദിയുടെ ഒരു മനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ കാണുന്നതാണ് ഇവിടുത്തെ പാലങ്ങൾ. 2-3 പാലങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഈ നദിയുടെ അടുത്തൂടെ തന്നെ നടക്കാനായിട്ടുള്ള ഒരു ട്രെയിൽ കാണാൻ സാധിക്കും. ഇതിലേക്കൂടെ ഇങ്ങനെ ആളുകൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് ഒരു ചെറുക്ക അവിടെ നിന്ന് ഇരിക്കുന്ന നോക്കിയാൽ അവൻ എന്ത് ചെയ്യുക, മൂത്രമൊഴിക്കുന്നതാണോ അതോ അവൻ അതിൽ ആസ്വദിച്ച് മയങ്ങിയിരിക്കുന്നതാണോ എന്തോ കേട്ടോ, എനിക്കറിയില്ല. ഹലോ. ഇവിടെ എല്ലായിടത്തും ചിത്രകാരന്മാർ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ വിൽക്കാനായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ്. ഇത് നമ്മുടെ താഴ്ന്നു പോകുന്ന ഈ ഒരു ട്രാം പോലത്തെ മറ്റേ സാധനം. How do you call this? What's the name? Funicuro. Yeah. ഇതാണ് ഫുനിക്കുറോ. കുന്നിക്കുരു അല്ല, ഇതാണ് കേട്ടോ നമ്മുടെ ഇത് മലകയറി പോകുന്ന ട്രെയിനില്ലേ ആ ഒരു സംവിധാനമാണ് കേട്ടോ ഇവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് കേട്ടോ. നമ്മളിനി ഞാൻ പറഞ്ഞില്ലേ ആ കുന്നിക്കുരു അല്ലല്ലോ, ദിസ് വൺ റൈറ്റ്. ഇതാണ് കേട്ടോ ആ സാധനം. നമ്മളിവിടെയാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് താണ്ട ഇങ്ങനെ നമ്മൾ പോകാനുള്ള ഒരു പ്ലാനാണ്. ഇതാണ് കേട്ടോ. ഇതൊക്കെ വളരെ ചീപ്പാണ്. വെറും നമ്മുടെ നാട്ടിലെ ഒരു 17 രൂപ കൊടുത്താൽ നമുക്ക് പോവാം. ഇറ്റ്സ് ഓൾറെഡി ഫുൾ. നമ്മുടെ ഈ സാധനം പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം പോകുമ്പോൾ ഇതുകൊണ്ട് അപ്പുറത്തൊന്ന് കിടക്കുന്നുണ്ടോ, അത് അവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരും. 2 പേരും ഒരേ സമയം ഇത് ക്രോസ് ചെയ്യും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു ടെക്നിക്.
വേണ്ടേ ഇത് കറങ്ങിയാണ് പോകുന്നത്. നോക്കിയോ, ഇത് രണ്ടും സെയിം ടൈമിൽ വരും കേട്ടോ. കൊള്ളാം കേട്ടോ ഈ സാധനം. അതും ചീപ്പാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ദിനിപ്രോ നദിയാണ് കേട്ടോ കാണുന്നത്. ഇവർക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. നോ ദേ ഹാവ് ഫ്രീ വൈഫൈ ഹിയർ. ആൾക്കാരെല്ലാം വന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ്. നമ്മുടെ സാധനം താഴോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു ഇതിലാണ് കേട്ടോ. ഇവർക്ക് അങ്ങനെ കൺട്രോളൊന്നും ചെയ്യണ്ട. മുകളിൽ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരാൾ കാണും. ഇതിലെ കൂടെയാണ് ഞാൻ നേരത്തെ നടന്നു പോയത്. നമ്മളെ പാസ് ചെയ്ത് നമ്മളെ ഇതിനെ അത് പോയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. അതായത് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയല്ല, ഇത് ഇവരുടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര വളരെ ചെറിയ കുഞ്ഞു വിലയ്ക്ക് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അതാണ് ആലോചിച്ച് വേണം. ഞാൻ വിചാരിച്ചു നല്ല ഇതായിരിക്കും. ഇത് വെറും നമ്മുടെ നാട്ടിലൊരു 17 രൂപ കേട്ടോ. ഇവിടുത്തെ 8 യുക്രൈനിയൻ പൈസ മാത്രം കൊടുത്താൽ മതി. ഇവിടെ താണ്ട് ഇവരുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇവരുടെ എല്ലാ ഞായറാഴ്ച ഇവർക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ട് 1 മണിക്ക്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ചയും ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. ആ പ്രൊട്ടസ്റ്റ് നമ്മുടെ ഫ്രീ അസോവ് എന്ന് പറയുന്ന പേരിലാണ് ഇവർ മുഴക്കുന്നത്. ഇവിടെ മരിയോപോളും അതൊക്കെ കാത്തു സൂക്ഷിച്ച പട്ടാളം ഒരു ബറ്റാലിയനാണ് അസോവ് എന്ന് പറയുന്ന ഇതിൽ അറിയപ്പെടുന്നത്. 2014 റഷ്യ ക്രിമിയ അധീനപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ ബ്രിട്ടീഷ് സൈന്യം യുക്രൈൻ സൈനികരെ പരിശീലിപ്പിച്ചു തുടങ്ങി. ഈ സാധാരണ സൈനികർക്കൊപ്പം പുതിയ ഒരു സന്നദ്ധ സൈനിക സംഘവും രൂപപ്പെട്ടു. അവരുടെ ഉദ്ദേശം റഷ്യൻ ആക്രമകരിൽ നിന്ന് ഡോൺബാസ് പ്രദേശത്തെ രക്ഷിക്കുക എന്നതായിരുന്നു. ഈ സന്നദ്ധ സംഘത്തെ അസോവ് ബറ്റാലിയൻ എന്ന് പേരിട്ടു. മരിയോപോളിന് സമീപമുള്ള അസോവ് കടലിന്റെ പേരിലാണ് ഈ പേര് വന്നത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അസോവ് സംഘം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അസോവ് യുക്രൈൻ നാഷണൽ ഗാർഡിന്റെ ഭാഗമായ ഒരു ബറ്റാലിയനായി മാറി. പക്ഷേ അവർ അവിടെയൊന്നും നിർത്തിയില്ല. വളരെയധികം ആളുകൾ ഈ സംഘത്തിൽ ചേരാൻ എത്തിയതുകൊണ്ട് അവർ ഒരു ബറ്റാലിയനിൽ നിന്ന് അത് 2 ബറ്റാലിയനാക്കി മാറ്റപ്പെടുത്തി. പിന്നീട് അവർക്ക് വേണ്ട ലോജിസ്റ്റിക്, ആർട്ടിലറി, മറ്റു സഹായ ഘടനകൾ അവർക്ക് ഉണ്ടായതുകൊണ്ടും അവർ പയ്യെ ഒരു ബ്രിഗേഡിയർ ആയി തീരുകയായിരുന്നു. ഈ യുദ്ധത്തിൽ പലതവണ അവർ ഡോൺബാസിലെ മുൻനിരയിൽ നിന്ന് പോരാടി വിജയിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഈ സംഘത്തിൽ വലതുപക്ഷ നാസി ആശയങ്ങളുള്ള ചിലർ ഉണ്ടായിരുന്നു എന്ന് ആരോപണമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അഭിപ്രായക്കാർക്കെതിരെയുള്ള നടപടിയെടുത്ത് അവരെ പുറത്താക്കി. ഇപ്പോൾ അസോവ് ഒരു സുതാര്യമായ ഉദ്ദേശശുദ്ധിയുള്ള ടീമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ അസോവ് ബറ്റാലിയനിലെ പല സൈനികരും റഷ്യൻ സൈനികർ പിടിച്ചെടുത്തു. അവർ ഇപ്പോഴും റഷ്യയുടെ തടവിലാണ്. അതിലാണ് പലരും ഫ്രീ അസോവ് എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധിക്കുന്നത്. ഈ സൈനികരെ യുക്രൈൻ സർക്കാർ മറക്കരുത്. ലോകം ഇവരെ മറക്കരുത്. അവരെ മോചിപ്പിക്കാൻ പ്രവർത്തിക്കണം എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മാത്രമല്ല ബാക്കി എല്ലാ യുക്രൈനിയൻ തടവിലാക്കിയ ആൾക്കാരെയും പുറത്തിറക്കാൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള ഒരു ഇതാണ് കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇവരുടെ ഒരു ഇതാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ എല്ലായിടത്തും ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഹോണടിച്ച് അവർ ഇതൊക്കെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരവിടുന്ന് ശബ്ദം മുഴക്കാനാണ് കേട്ടോ അവർ പറയുന്നത്. ഇവരെല്ലാം പല ആൾക്കാരും റഷ്യയുടെ അധിനിവേശത്തിൽ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, അല്ലെങ്കിൽ ഇവരുടെ ആരെങ്കിലുമൊക്കെ ഫാമിലിയിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനോടുള്ള ഒരു സ്നേഹമാണ് കേട്ടോ. ഇവരുടെ യുദ്ധം തുടങ്ങിയതെന്ന് പറയുമ്പോൾ 2014 2022 ഇവർ യുദ്ധം തുടങ്ങിയത്. വാറെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് 2014 കണക്കാണ്. അതായത് ഇവർ ആദ്യം ഈസ്റ്റ് ഭാഗം പിടിച്ചെടുക്കാനായിട്ട് വന്നപ്പോൾ 2022 ഇവർ യുദ്ധം തുടങ്ങി റഷ്യ ഫുള്ളായിട്ട്
ഭാഗമായിട്ട് ഇവർ പിടിച്ചെടുത്തു. അപ്പോൾ ഇവർ പറയുന്നത് ഫുൾ സ്കെയിൽ ഇൻവേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. അവരെ പിടിച്ചടക്കി എന്നാണ് അവർ പറയുന്നത്. 2022 മുതലല്ല അവരുടെ യുദ്ധം, 2014 മുതലേ യുദ്ധമുണ്ട്, അതിന് മുമ്പ് വരെ യുദ്ധമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇവർ ഫ്രീ അസോവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസോവുകാരെ മാത്രം ഇതാക്കാനല്ല, ഇതിവരുടെ അസോവുകാരുടെ അടുത്ത് ഇവർക്കൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രീ അസോവ് മുദ്രാവാക്യം ഇങ്ങനെ ഉയർന്ന് ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയത്. നമ്മൾ കാറെടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മറിയേയും ഹോൺ അടിച്ചിട്ട് ഇവരെ ഇതാക്കുവാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവരുടെ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പുറത്തോട്ട് വന്നതാണ്. എല്ലാവരും ഹോൺ അടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി അവരെ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവരുടെ ഒരു റാലി അനുകൂലിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എല്ലായിടത്തും എന്താണ് അസോവ്സ്റ്റാൽ ഫ്രീ മറിയപ്പോൾ ഡിഫൻഡേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ നമുക്ക് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഇവരുടെ പ്രധാനപ്പെട്ട കിവിലെ നഗര മധ്യഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഫ്രീഷാത്തിക് സ്ട്രീറ്റിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ അലഞ്ഞ് നടക്കുവാണ്. ഇതാണ് നമ്മുടെ ഫ്രീഷാത്തിക് സ്ട്രീറ്റ്. ഈ കാണുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ടുള്ള ഇവിടുത്തെ ഒരു സ്ക്വയറാണ്. ഇവിടെയാണ് ഇവരുടെ എന്താ പറയുക യുക്രൈൻ പട്ടാളക്കാർ മരിച്ചവരുടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദരാഞ്ജലികളായിട്ട് ആളുകൾ വെച്ചിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കുകളൊന്നുമില്ല എന്ന് തോന്നുന്നു റോഡുകളിൽ. വിഷ്വാങ്ക ഇതാണ് നമ്മുടെ യുക്രൈനിലെ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഇവരുടെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു, തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ഇന്നത്തെ ബാക്കി നടന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ സെൻറ്റർ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. 2014 ആയപ്പോൾ റെവല്യൂഷൻ ഓഫ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ പേരിൽ ഒരു വലിയൊരു മാസീവ് പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആ കാണുന്നതൊക്കെ നടന്ന ഒരു പ്രദേശമാണ് കേട്ടോ. ഈ കാണുന്ന പ്രദേശമൊക്കെ അത് നടന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ മുമ്പെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു. അതായത് 2013 കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഉള്ള ഒരു ഗവൺമെൻറ് ഒരു പ്രോ റഷ്യൻ ഗവൺമെൻറ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു റഷ്യൻ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ഒരു കൂടാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇവിടുത്തുള്ള ആളുകളും ഇവിടുത്തുള്ള ജനങ്ങളുടെ സോളെന്ന് പറയുന്നത് യൂറോപ്യൻ സൈഡിലോട്ട് ആവണമെന്നുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് 2013 അവസാന ഘട്ടത്തിൽ 2014 തുടക്കത്തിൽ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റിൽ വന്നു. അങ്ങനെ ധാരാളം പേര് ഇവർ ഗവൺമെൻറ് തന്നെ അന്നത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ് ധാരാളം പേരെ വെടിവെച്ചു, ധാരാളം പേര് പ്രൊട്ടസ്റ്റിൽ മരിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഇവിടെ ഗവൺമെൻറ് ഇല്ലാതായി. കാരണം ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു ഇവിടുത്തെ ആളുകൾ ചേർന്ന്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ക്രിമിയ നമ്മുടെ സദേൺ ഭാഗം, നമ്മുടെ യുക്രൈൻ്റെ സദേൺ ഭാഗം, ഒരു ഐലൻഡ് പോലെ നമ്മുടെ ബ്ലാക്ക് സീയുടെ ഭാഗമുള്ള ഒരു സ്ഥലം, അത് ഈ റഷ്യ വന്ന് ആ ഒരു സമയം കൊണ്ട് പിടിച്ചടക്കി. പിന്നീടാണ് വേറൊരു ഗവൺമെൻറ് വന്നത്. പിന്നെയാണ് അവർ ഒരു ആൻറ്റി റഷ്യൻ ഗവൺമെൻറ്റൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ നടന്ന ഒരു വലിയൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ മുന്നോട്ട് കാണിച്ചു തരാം. നമ്മളിവരുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. അവിടെയായിട്ട് ഇവരുടെ ഒരു മോണുമെൻ്റ് ഉണ്ട്. ഇവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അതിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ, മോണുമെൻ്റാണ് അവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ. ഇവിടെ കാണുന്ന ഈ ബിൽഡിംഗ് അല്ലേ, ഇതെല്ലാം നമ്മുടെ ഇവരുടെ റെവല്യൂഷൻ ഓഫ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ റെബൽസൊക്കെ ആളുകൾ, ഈ ഗവൺമെൻറ്റിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ നിന്നിരുന്നത്, ക്യാമ്പ് ചെയ്ത് തങ്ങടിച്ചു തീർന്നത് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ തകർത്ത് നശിപ്പിച്ച് കുറേ ആളുകൾ ബോൺ അലൈവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പം നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം പേര് മരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, പുറത്ത് നമ്പർ അങ്ങനെ അധികം വിടില്ല. അപ്പം ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു കൊടി വെച്ചിട്ട് പുള്ളിക്കാരെ എഴുതി വെച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങളുടെ ബന്ധുവിൽ നിന്നോ ആരെങ്കിലും ഈ യുദ്ധത്തിൽ പെട്ട് മരിച്ചു പോയെങ്കിൽ നിങ്ങളും വന്ന് ഇത് ചെയ്യുക, അപ്പം നമുക്കിത് കൗണ്ട് ചെയ്യാം. അങ്ങനത്തെ ഉള്ള രാഷ്ട്രീയത്തിൽ
ഒരാൾ തുടങ്ങി പിന്നെ ആളുകൾ ഫുള്ള് ദാണ്ട് ഇവിടെ വന്നിട്ട് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മരിച്ചവർക്കും അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദാണ്ടെ കൊണ്ടുവന്നിട്ട് ഫ്ലാഗ് കുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഫ്ലാഗൊക്കെ വാങ്ങാം. ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് അവരുടെ ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. ഓരോ ഫ്ലാഗിൻ്റെയും അർത്ഥം ഓരോ ആളുകൾ മരണപ്പെട്ടു എന്നാണ് കേട്ടോ. ഫ്ലാഗ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ അവരുടെ ചിത്രങ്ങൾ, അവരുടെ ഫോട്ടോകൾ, അവർക്ക് വേണ്ടപ്പെട്ട പ്രിയ സാധനങ്ങളൊക്കെ അവരിവിടെ ദാണ്ടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അസർബൈജാൻ്റെ ഫ്ലാഗൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അസർബൈജാൻ്റെ ഫ്ലാഗാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ദാണ്ടെ ഇവിടെയും ധാരാളം അസർബൈജാൻ്റെ ഫ്ലാഗുണ്ട്. ഇവിടെയും ദാണ്ടെ അലി അൽ ഹസൻ അസർബൈജാൻ്റെ ഫ്ലാഗാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു യുക്രൈന് വേണ്ടി പൊരുതി മരിച്ച ഒരു വ്യക്തിയായിരിക്കണം. സോ ദർ ആർ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ആൾസോ വർക്കിംഗ് വിത്ത് Yes, like probably we have we call it international legion. Yeah. We have a lot of them, you know, people who came to Ukraine to fight for Ukraine, a lot of Georgian, a lot of Azerbaijan. Yes. ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന അസർബൈജാനികളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അവരുടെ ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരൻ എന്തോ കാണിച്ചു. What are you saying? He's saying that there is a photo of Indian girl who was killed by Russians in Ukraine by bomb. ബോംബിട്ടിട്ട് മരിച്ച ഒരു ഇന്ത്യൻ വ്യക്തിയുടെ ചിത്രമാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു. He's saying that she lived in Kiev and bombed destroyed her building and she died. അതായത് ഇവിടെ നമ്മുടെ കീവിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയാണ് കേട്ടോ മരണപ്പെട്ടത് ബോംബിങ്ങിൽ. നമ്മുടെ ഇതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ ഭാഗമാണ്. പിന്നെ അവിടെ ഒരു നമ്മുടെ മ്യൂസിക് കൊണ്ട് നമ്മുടെ ഒരു ലൈറ്റൊക്കെ വരുന്ന ഷോയില്ലേ, അതൊക്കെ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനമായിട്ടും നിങ്ങൾ കാണേണ്ട പ്രധാന നഗരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ ഭാഗം. അപ്പോൾ അതിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇവരുടെ ഒരു സോവിയറ്റ് കാല സമയത്ത് റഷ്യയും നമ്മുടെ യുക്രൈനിൻ്റെയും ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബന്ധിപ്പിച്ചിട്ട് അവർ പണിത ഒരു സംഭവമാണ്. അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആർച്ചെന്ന് പറഞ്ഞിട്ട് പണിത ഒരു സംഭവമാണ്. പിന്നീട് 2022 നമ്മുടെ റഷ്യയുടെ ഫുൾ ഇൻവേഷൻ വന്നപ്പോൾ ഇത് വലിയൊരു കോൺട്രവേഴ്സിയുടെ ഭാഗമായിട്ട് മാറി. പിന്നീട് ഇവർ വേറെ പല തന്ത്രങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇവർ വേറെ പല രീതിയിലുള്ള ആർച്ചിൽ, കാരണം ഇവരുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ബ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ റിമൂവ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്കണമെന്ന് വലിയൊരു ഇതുണ്ടായിരുന്നു. കാരണം റഷ്യ വന്ന് ഫുള്ളായിട്ട് ഇവരെ ഇൻവേഡ് ചെയ്ത് അറ്റാക്ക് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു രോഷത്തോടെ ഇവർ ഈ സ്ഥലത്തു നിന്നുള്ള യഥാർത്ഥ ഇത് മാറ്റി. അവിടെ തന്നെ നമുക്ക് സൈക്കിൾ ഓട്ടാനുള്ള പാതയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇവരുടെ നദി, ഞാൻ നേരത്തെ കാണിച്ചെന്ന നദി നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വലിയ ബോംബിങ്ങും സംഭവങ്ങളൊക്കെ നടന്നൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തായിട്ട്. ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ആ ഒരു ഭാഗത്ത് പോയിട്ട് വ്യൂ പോയിൻ്റൊക്കെ കാണാം. ഈ കാണുന്നതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയ ഭാഗങ്ങളാണ്. പിന്നീട് അവർ വീണ്ടും പണിത് നേരാക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങോട്ട് വേറെ എന്തോ പള്ളിയോ എന്തൊക്കെയുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ അറ്റത്ത് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫുള്ള് നല്ല മരങ്ങളും കളർഫുള്ളും ആളുകൾ നടക്കാനും ഓടാനും. യുവർ സെക്കൻഡ് കോഫി കേട്ടോ. കോഫി കുടിച്ചിട്ട് എനിക്ക് പാവം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടക്കുവാണ്. ഞാനങ്ങനെ അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ മറ്റൊരു സാധനം കാണിച്ചു തരാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല, പക്ഷേ ലോകത്തിലെ വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഇതായിട്ട് ഏകദേശം 105 മീറ്ററോളം താഴ്ഭാഗം ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനിലോട്ടാണ് ഞാനിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇത് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള എന്തോ എസ്കലേറ്ററോ എന്തോ സംഭവമാണ് കേട്ടോ. ചൈനയിലെ ഒരു ചൊങ്ജിങ്ങിലെ ഒരു ഇതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ. ഇത് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള എസ്കലേറ്റർ ആണെന്ന് തോന്നുന്നു. ഇത് പണിതത് സോവിയറ്റ്
സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ അന്ന് യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത് തടുക്കാൻ വേണ്ടിയായിരുന്നു സോവിയറ്റ് യൂണിയനിലെ രാജ്യങ്ങളായ ഇപ്പോൾ കസാഖിസ്ഥാനിൽ, റഷ്യ അല്ലെങ്കിൽ യുക്രൈനിലൊക്കെ ഇതുപോലെ ഏറ്റവും ഡീപ്പായിട്ട് മെട്രോ പണിത് വെച്ചത്. ലെറ്റ്സ് ഗോ. മറിയയാണ് കേട്ടോ ഇന്നെൻ്റെ ഫുൾ കമ്പനി. മറിയ പാവം, എനിക്കെല്ലാം എന്താ പറയുക, ഭയങ്കര ഒരു പാവം കേട്ടോ, പാവം കുട്ടി. ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് താണ്ടെ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള 105 മീറ്ററുള്ള ഒരു എസ്കലേറ്റർ ആണ്. നമ്മുടെ റഷ്യയിൽ, മോസ്കോയിൽ, പിന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ, പിന്നെ അവിടെയൊക്കെയാണ് കേട്ടോ വേറെ വലിയ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഉള്ള എസ്കലേറ്റർ ഉള്ളത്. അവിടെ നോക്കാം, ഇതിൽ വേറെ വലിയ സംഭവമൊന്നുമില്ല, എന്തിനാണ് ഇവിടെ വന്നതെന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മളിവിടെ ഇറങ്ങി വന്നു കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ അത്ര വലിയ ആഴമൊന്നും ഇല്ലാത്ത തോന്നും, പക്ഷെ നമ്മൾക്ക് ഇനിയാണ് കേട്ടോ ആഴം ഉള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഇത് വരുന്നത്. പക്ഷെ ഇവിടെ വെന്റിലേഷൻ സിസ്റ്റമാണ് കേട്ടോ, എല്ലായിടത്തും വെന്റിലേഷൻ സിസ്റ്റം അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട്. എക്കോ ഉണ്ടില്ലേ? ഹലോ എക്കോ ഇത് സൂക്ഷിക്കണം. ഇവിടെ കയറുമ്പോൾ ഇതാണ് കണ്ടില്ലേ, പക്ഷെ ഇതും അത്ര ഇതില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കിടന്നു, രാവിലെ എണീറ്റു. ഞാൻ നാളെ രാവിലത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ആയിരിക്കും അടുത്ത വീഡിയോ കൊണ്ടുവരുന്നത്.